ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? മുന്നോട്ട് തിരക്കുണ്ടോ? വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോദി, ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് പുറത്തു നൽകാൻ സാധിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശംസ നേർന്നിരിക്കുന്നു എന്നതാണ്. ഈ ആശംസ കത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ യോഗി ആദിത്യനാഥിനെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അതിന് മറുപടിയായി നൽകിയ ആശംസ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസ നേരുന്നു, തന്നെ ക്ഷണിച്ചതിന് നന്ദി. വിശ്വാസികൾക്ക് സാത്വിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം കാരണമാകുന്നു. സൗഹാർദ്ദവും ഐക്യതയും ശക്തിപ്പെടുത്താൻ രാജ്യത്തിൻ്റെ പൗരാണിക ജ്ഞാനവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രാധാന്യമുണ്ട്. ഈ കത്താണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ദേവസ്വം മന്ത്രി VN വാസവനാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് BJPയുടെ ഹിന്ദുത്വ പോസ്റ്റർ ബോയാണ് യോഗി ആദിത്യനാഥ്, ഒരു ഹിന്ദുത്വ ഐക്കണാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ പോലൊരു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൽ നിന്നുപരി ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹം സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസ നേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയമായി നമ്മൾ പരിശോധിക്കുമ്പോൾ BJP വളരെ ശക്തമായി തന്നെ എതിർത്തതാണ്. അതിൽ ആചാര വിഷയങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ട് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് അത് ഒരു പണപ്പിരിവിന് വേണ്ടിയാണ് എന്നതിനപ്പുറം ഇതിൽ ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വിശദീകരിക്കണം സർക്കാർ എന്നതും കോടതിയിലെ കേസ് നിലപാട് മാറ്റണം എന്നതെല്ലാം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് BJPയും സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ ഈ വിഷയം ഉയർത്തിയിരിക്കുന്നത്. ആ അവസരത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഈ ആശംസയ്ക്ക് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്.